ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നോൺ വെജ് ആയിട്ടാണ്. ചൊരക്കയും ചെമ്മീനും. അത് എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഇത് വേറെ വെറൈറ്റി ടൈപ്പിലാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചി നല്ല പോലെ വേണം. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, ഒരു വലിയ സവാള, വേവിച്ച് വെച്ച ചെമ്മീൻ, പിന്നെ 2 ബൗള് ചുരക്ക നുറുക്കിയത്. ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിനകത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ സവാള ഒന്ന് ഇട്ട് വഴറ്റാം. സവാള വഴറ്റുന്നതിന് മുന്നേ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്താൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. അത് നല്ലപോലെ ഒരു ചെറിയ ബ്രൗൺ നിറാകുന്ന വരെ വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർക്കരുത് കേട്ടോ, ടേസ്റ്റ് ഉണ്ടാവില്ല. കറിവേപ്പില, ഇടിച്ച മുളക് പൊടി ഇതെല്ലാം ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ആ ചെമ്മീൻ വേവിച്ച് വെച്ചതാണ്. ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലപോലെ വേവിച്ച് വറ്റിച്ച് വെച്ചതാണ്. അപ്പോൾ അതിലേക്ക് ചേർക്കാം. എന്നിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം നമ്മൾ ഈ ചുരക്കയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാവൂ. ജസ്റ്റ് തെളിച്ച് കഴിഞ്ഞാൽ അടച്ച് വെച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഈ ചുരക്കിൽ നിന്ന് വെള്ളം താനെ ഇറങ്ങി വരും. ഉപ്പൊക്കെ പാകത്തിനിടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ വെള്ളം ഇറങ്ങി വന്നിട്ട് കാണാം. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്. നല്ല മണമാണ്, ഗുണമാണ്. അപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കഷ്ണങ്ങളെല്ലാം വെന്തലിയുന്ന പോലെയാവണം ചുരക്കയുടെ കഷ്ണങ്ങൾ കേട്ടോ. ചെമ്മീൻ പിന്നെ ഓൾറെഡി വേവിച്ചാണല്ലോ. എന്നിട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് വേവിക്കാം. വേവിച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നല്ല പോലെ വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഉണ്ടെങ്കിൽ ജസ്റ്റ് തുറന്ന് വെച്ചൊന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ കറി റെഡി ആയിരിക്കുകയാണ്. ചപ്പാത്തിക്ക്, ചോറിന്, പൂരിക്ക്, എല്ലാത്തിനും നല്ലതാണ്. ഭയങ്കര ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയും രുചിയുള്ളൊരു കറിയാണ്. അപ്പോൾ ഓക്കെ, ബായ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ബായ്.